നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാനിൽ 548 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുവരെ 1,48,558 പേർക്കാണ് രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അതേസമയം കോവിഡ് ബാധിച്ച് 3 പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 1617 ആയി. ഇതുവരെ 1,37,544 പേർ രോഗമുക്തി നേടി. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 93%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 50 കോവിഡ് രോഗികളെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ 291 പേരാണ് രോഗം ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. UAE-യിൽ ചൊവ്വാഴ്ച 2018 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇന്ന് രാജ്യത്ത് 4 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ചികിത്സയിലായിരുന്ന 2,651 പേർ രോഗമുക്തരാവുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2,08,085 കോവിഡ് പരിശോധനകൾ UAE-യിൽ നടത്തി. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 4,30,313 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 4,10,736 പേരാണ് രോഗമുക്തരായത്. 1,406 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിലവിൽ രാജ്യത്ത് 18,171 കോവിഡ് രോഗികളുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. സൗദി അറേബ്യയിൽ പുതുതായി കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ് തുടരുന്നു. പുതുതായി 354 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ചികിത്സയിലുണ്ടായിരുന്നവരിൽ 5 പേർ മരിച്ചു. 204 പേർ രോഗമുക്തി നേടി. ഇതുവരെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 3,83,106 ആയി. ഇവരിൽ 3,73,130 പേർക്കും രോഗം ഭേദമായി. ആകെ മരണസംഖ്യ 6,578 ആയി. രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി 3,398 പേർ ചികിത്സയിൽ കഴിയുന്നു. ഇവരിൽ 560 പേരുടെ നില ഗുരുതരമാണ്. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 97.5%, മരണനിരക്ക് 1.8%. രാജ്യത്തെ തൊഴിൽ യോഗ്യതാ പരീക്ഷയ്ക്ക് ഓരോരുത്തർക്കും 3 അവസരങ്ങൾ നൽകുമെന്ന് സൗദി മന്ത്രാലയം വ്യക്തമാക്കി. 3 തവണയും പരാജയപ്പെടുന്നവർക്ക് തൊഴിൽ പെർമിറ്റ് അനുവദിക്കില്ല. പുതുതായി നിയമിക്കുന്ന തൊഴിലാളികൾക്ക് അവരവരുടെ രാജ്യങ്ങളിൽ വെച്ച് തന്നെയാണ് പരീക്ഷ നടത്തുക. സൗദിയിൽ നിലവിലുള്ള തൊഴിലാളികൾക്ക് അടുത്ത ജൂലൈ മാസം മുതലാണ് തൊഴിൽ നൈപുണ്യ പരീക്ഷ ആരംഭിക്കുന്നത്. എങ്കിലും പദ്ധതിയുടെ ആദ്യഘട്ടമായ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതിനോടകം തന്നെ പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞു. ഇവർക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന 14ഓളം സൈറ്റുകൾ വഴി സ്വമേധയാ യോഗ്യതാ പരീക്ഷയ്ക്ക് ഹാജരാകാം. ബ്രിട്ടന്റെ കോവിഡ് റിസ്ക് കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഖത്തറിനെയും ഒമാനെയും ഉൾപ്പെടുത്തി. ഈ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള മുഴുവൻ വിമാന സർവീസുകൾക്കും ഈ മാസം 19 മുതൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വകഭേദം വന്ന കോവിഡ് വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങളെ കോവിഡ് റിസ്ക് കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ബ്രിട്ടൻ ഉൾപ്പെടുത്തിയത്. ഇതോടെ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മുഴുവൻ വിമാന സർവീസുകൾക്കും ബ്രിട്ടൻ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. എന്നാൽ കാർഗോ വിമാനങ്ങൾക്ക് വിലക്ക് ബാധകമല്ല. ഈ മാസം 19 മുതലാണ് വിലക്ക് പ്രാബല്യത്തിൽ വരിക. എന്നാൽ UK വിസയുള്ളവർക്ക് ഐറിഷ് പൗരന്മാർക്കും രാജ്യത്തേക്ക് വരാം. കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒത്തുചേരലുകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമായി അധികൃതർ രംഗത്ത്. പബ്ലിക് സെക്യൂരിറ്റി ചീഫ് ബ്രിഗേഡിയർ ഡോക്ടർ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. രാജ്യത്ത് കോവിഡ് വ്യാപിക്കുന്നതിന് പ്രധാന കാരണം ഒത്തുചേരലുകളാണെന്നാണ് അധികൃതർ പറയുന്നത്. കോവിഡ് മുൻകരുതലുകൾ എല്ലാവരും പാലിക്കണം. പള്ളികൾ, ഷോപ്പിംഗ് മാളുകൾ, മാർക്കറ്റുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ സാമൂഹിക അകലം പാലിക്കണം. മാസ്ക് ധരിക്കാതെ നടന്ന 58,357 പേർക്കും സാമൂഹിക അകലം പാലിക്കാതെ നടന്ന 8,476 പേർക്കെതിരെയും ഇതുവരെ പോലീസ് കേസെടുത്തു. വിശ്വാസി സമൂഹത്തിന് ആശ്വാസം പകർന്ന് ഇത്തവണ റമദാൻ മാസം പള്ളികളിൽ തറാവീഹ് നമസ്കാരത്തിന് അനുമതി നൽകി. അതേസമയം പൂർണ്ണമായും കോവിഡ് നിർദ്ദേശങ്ങൾ പാലിച്ചും സാമൂഹിക അകലം ഉറപ്പുവരുത്തിയും വേണം വൃദ്ധമാസത്തെ അനുഷ്ഠാനങ്ങളിൽ പങ്കാളികളാകാനെന്ന് UAE അധികൃതർ നിർദ്ദേശിച്ചു. ദേശീയ അടിയന്തര ദുരന്ത നിവാരണ വകുപ്പാണ് രാജ്യത്തുടനീളം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി റമദാനിലെ രാത്രികാല നമസ്കാരത്തിന് പള്ളികളിൽ അനുമതി നൽകിയത്. കുവൈറ്റിൽ പ്രവാസികൾക്ക് ജൂൺ മുതൽ കോവിഡ് വാക്സിൻ നൽകി തുടങ്ങും. 3 മാസം കൊണ്ട് എല്ലാവർക്കും വാക്സിൻ നൽകാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് സെപ്റ്റംബർ തൊട്ട് താമസാനുമതി രേഖ പുതുക്കി നൽകില്ല. ഇതിനിടെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യത്ത് ഏർപ്പെടുത്തിയ കർഫ്യൂ സമയം 12 മണിക്കൂറിൽ നിന്ന് 10 അല്ലെങ്കിൽ 9 മണിക്കൂറായി ചുരുക്കാൻ നീക്കമുണ്ട്. ഇക്കാര്യത്തിൽ മന്ത്രിസഭാ തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാകും. ഒരു ദിവസത്തേക്കോ മണിക്കൂറിനോ മാത്രമായി വീട്ടുജോലിക്കാരൻ നൽകുന്ന സേവനം മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം തടഞ്ഞു. കോവിഡ് സുരക്ഷ
സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടി സ്വീകരിച്ചത്. കുറഞ്ഞത് ഒരാഴ്ചത്തെ സേവനത്തിന് വീട്ടുജോലിക്കാരെ എടുക്കാം. ഇതിനിടയിൽ മറ്റ് സ്ഥലങ്ങളിൽ ജോലിക്ക് വിടാൻ പാടില്ലെന്നും നിബന്ധനയുണ്ട്. സേവനത്തിന് എത്തിക്കുന്നതിന് മുമ്പ് വീട്ടുജോലിക്കാർക്ക് PCR ടെസ്റ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്വകാര്യ റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങൾ നിർത്തലാക്കി UAE-യിൽ ഗാർഹിക ജോലിക്കാരുടെ നിയമനം പൂർണ്ണമായും കേന്ദ്രങ്ങൾ വഴിയാക്കിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.